ഹായ് ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. അപ്പോൾ ഇതൊരു അതിരാവിലെയാണ് കേട്ടോ, ഒരു 6 മണി ആണേ ഉള്ളൂ. അപ്പോൾ എനിക്കിന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ അല്ല, ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു പ്രഭാതം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറകെ ഞാൻ പറയും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു ചടങ്ങുണ്ട് കേട്ടോ. ഫംഗ്ഷനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പോകുമ്പോൾ പിന്നെ ആ യാത്രയൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഞാൻ ചായയൊക്കെ കുടിച്ച് ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. ഇന്നലത്തെ കറിയുണ്ട്, മീൻ കറിയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 2 ദോശ കഴിക്കുക, ഓടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇക്കാൻ്റെ വാപ്പി ഉണ്ടല്ലോ, എൻ്റെ ഇക്കാൻ്റെ വാപ്പാൻ്റെ മരിച്ച കൊല്ലം തികയാണ് കേട്ടോ. 1 വർഷമല്ല, 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ നബിദിനത്തിൻ്റെ ആ സമയത്താണ് മരിച്ചത്, 2 വർഷം മുമ്പ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. വർഷം ചെയ്യാറുണ്ട്. അപ്പോൾ അതിനിന്ന് പോകണം. അപ്പോൾ ഞങ്ങളിരിക്കുന്ന വീടും ഇക്കാൻ്റെ വീടും തമ്മിൽ കുറച്ചൊരു 10-20 കിലോമീറ്റർ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകണം. അപ്പോൾ എൻ്റെ ഈ ഇക്കാൻ്റെ തൊട്ട് മൂത്തൊക്കെയും അപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അവരെ മക്കളും എല്ലാവരും ഉണ്ടാകും. അപ്പോൾ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ നേരമില്ല ഒന്നാമത്തെ. കാരണം നമ്മളിവിടുന്ന് അവിടെ ആരുമില്ല, ഉമ്മയും പിന്നെ കൊച്ചുമോളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദോശ ചുടൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ വേഗം ഇക്കവിടെ ചീത്ത പറഞ്ഞിട്ടിരിക്കുകയാണ്, വേഗം മാറ്റി വീഡിയോ എടുത്തത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്തായാലും ഒരു കണ്ടന്റ് വേണമല്ലോ, രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ചായ കുടിച്ചിട്ട് വേഗം മാറ്റിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, ആ ഡോറടക്കി കേൾക്കണില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെട്ടം കുറവുള്ള പോലെ ഉണ്ട് അല്ലേ. പിന്നെ എന്തായാലും എല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഉള്ളിലുണ്ട്. ഇപ്പോൾ ഡോറടച്ച് ഞങ്ങൾ ഇറങ്ങും. ഇതാണ് ഇച്ചിക്കുട്ടൻ. ഇച്ചിക്കുട്ടനല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ വേർത്ത് ഇതാവണം പൗഡറൊക്കെ ഇട്ടപ്പോൾ. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം കേട്ടോ. എല്ലാവരും വീഡിയോ കാണാം. കഴിഞ്ഞ വീഡിയോസിനെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളെ കമൻസൊക്കെ ഒരുപാട് അറിയിക്കണം. കമൻസ് അറിയിക്കണ ആൾക്കാരിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. എത്ര കമൻസ് അറിയിക്കണോ അത്രയ്ക്കും. അപ്പോൾ പോകുമ്പോൾ ചോദിച്ച് പോകാമെന്ന് പറഞ്ഞ പോലെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തെടുത്ത് പോകാം. അപ്പോൾ ഒരുങ്ങി ഇറങ്ങി വെളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മരുന്നിനുള്ളൂ. റംസാനിക്ക് ചെറുതായിട്ട് പനിയുണ്ട് ഗായ്സ്. അതുകൊണ്ടൊരു ഒരു ചെറിയൊരു വിഷമമുണ്ട്. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയിട്ട്. അവൾക്ക് കളിച്ചിട്ടും മതിയാകണില്ല. എന്നാൽ കളിക്ക്, അത് പറഞ്ഞാൽ അവൾ കേൾക്കൂല. കളിക്ക് നോക്കട്ടെ, ഒന്നും കൂടി കളിക്ക്. സന്തന്നെ ഗൗഡെ കളിക്ക് നോക്കട്ടെ. ഷോർട്സിലിടും. എന്നാലും ഒന്ന് കളിക്ക് നോക്കട്ടെ, എല്ലാവരും കാണിച്ചു കൊടുക്കാൻ. കളിക്കാൻ പറഞ്ഞാൽ കളിക്കണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ടിടും. നന്നായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. കമൻസ് അറിയിക്കണേ, മറക്കരുതേ. അതിന് വേണ്ടിയിട്ടാണ് അവൾ കളിച്ചത് അല്ലേ. അപ്പോൾ ഇക്കപ്പോൾ വരും. അപ്പം എന്തായാലും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എത്ര ഇൻട്രോ എടുത്താലും മതിയാവില്ല.
അപ്പോൾ എന്താ പറയുക, മാറ്റി ഒരുങ്ങിയാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റാണ് കുറച്ച് നേരത്തിന് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികളെയും താത്താനെയൊക്കെ കയറ്റിയിട്ടാണ് ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇക്കാൻ്റെ വീട് എന്ന് പറയുമ്പോൾ റബ്ബർ കാർഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ എന്താ അങ്ങനെ കാട്ടണമെന്ന് വെച്ചാൽ ഒരു വിമിഷ്ടം പോലെ കാട്ടുന്നില്ല. എന്താണെന്നറിയോ, ഈ കാറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് ഭയങ്കര അലർജിയാണ്. എന്നെ കെട്ടി മുറുക്കിയ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമല്ലക്കാന്ന് ഞാൻ പറയാൻ നിൽക്കാനടുത്ത്. അപ്പോൾ അത് ഇടാണ്ടിരുന്നാൽ ശരിയായില്ല മോളെ നിൽക്കുക അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് എണ്ണ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെയും നമ്മൾ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഫോണും നോക്കിയിട്ടിരിക്കണ്ട. അപ്പോൾ അതൊക്കെയാണ് കോപ്രായങ്ങളൊക്കെ കാണിക്കണത്. അപ്പോൾ ഇതാണ് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോണ വഴിയിട്ടാണ്. ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് സംഭവം. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. നമ്മൾ ഈ നെല്ലിയാമ്പതി, ഞാൻ മുമ്പിലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെല്ലിയാമ്പതി പോണ സ്ഥലമാണ് കേട്ടോ. ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നെല്ലിയാമ്പതിക്ക്. അപ്പോൾ വരാത്തവരെന്തായാലും അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. കണ്ടില്ലേ, നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാൻ പറ്റും നല്ല രീതിക്ക്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ. അത്ര പോയാലും മതിയായില്ല, പക്ഷേ റോഡ് ഇപ്പോൾ അത്രയ്ക്ക് ക്ലിയർ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒരു വിമ്മിഷ്ടം. അപ്പോൾ നമ്മളിതാ വീടെത്തിയിട്ടുണ്ട്. ഇതാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഭയങ്കര സന്തോഷം തോന്നി. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഞാൻ, പക്ഷേ ഈ വീട് കാണിച്ചു തന്നിട്ടില്ല അല്ലേ. എന്താ പറയുക, ഒരു സന്തോഷവും അതുപോലെ ഒരു സങ്കടമൊക്കെ വന്നു കേട്ടോ. സങ്കടം വന്നു വെച്ചാൽ ആനന്ദക്കണ്ണീരാണ് എനിക്ക് അങ്ങനെയൊക്കെ കണ്ടാൽ വരാറുള്ളത്. പ്രത്യേക എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉമ്മ വരവേൽക്കണതും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ഈ ടൈലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ ടൈലൊന്നും ആയിരുന്നില്ല അന്ന്. കാവി അങ്ങനെ പറയില്ലേ, ആ ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ പൊളിച്ചിട്ട് വീട് മുകളിൽ പൊളിച്ചിട്ടൊന്നുമില്ല, ചുവടൊക്കെ ടൈലൊക്കെ വിരിച്ചു കേട്ടോ. റോഡ് സൈഡാണ് കേട്ടോ വീട്. നമ്മൾ സ്ഥലത്തിൻ്റെ പേര് കേട്ടാൽ അറിയൊന്നുമില്ല. പാലക്കാട് ജില്ലയിൽ തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ വീട് ആലത്തൂർ. ഇവിടെ ഇവർ നെന്മാറ പഞ്ചായത്ത്, നെന്മാറ ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അവർ ഓതാനൊക്കെ ഇരിക്കണുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ, അത് അങ്ങനെ ശരിയല്ല. നമ്മൾ കാര്യമായിട്ട് അവിടെ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാനൊരു അല്പം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി വ്ളോഗല്ലേ എന്നുള്ളതിലാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ അതെനിക്ക് ഇടാൻ ഇഷ്ടമില്ല. പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു കാര്യമല്ലേ. പുസ്തകന്മാരൊക്കെ അതവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്, ഇക്കാൻ്റെ ഇക്കയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ മെല്ലെ ആരും അറിയാണ്ടൊരു അര ഗ്ലാസ് പായസം എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ഒരു സന്തോഷമല്ലേ. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങളത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയത്. എല്ലാവരും ബിസിയാണ്, അപ്പോൾ പിന്നെ അതിനൊന്നും നേരമില്ല. അപ്പോൾ ഞാൻ ഈ സൈഡേ ഇരിക്കുന്നുണ്ട്. എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പൊന്നൂസാണ് വീഡിയോ എടുക്കുന്നത്. ഞാനൊക്കെയും ഇപ്പുറത്ത് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും കേട്ടോ, ഇവരെപ്പോഴും ഒരുമിച്ചേ ഇരിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയും. ഓരോ ജോക്ക്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണമൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഇതുപോലെ കുടുംബമൊക്കെ ഒന്ന് ഒത്തുകൂടിയിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ നല്ല സമാധാനമായിരിക്കും കേട്ടോ. എന്താ പറയുക, എല്ലാവരും തിരക്ക് പിടിച്ച് ഓടുന്ന സമയമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കിതുപോലെ കൂട്ടായിട്ട് എല്ലാവരും കൂടി ഇരിക്കുക, എല്ലാവരും കൂടി എവിടേക്കെങ്കിലും പോകുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട്. ഇവരൊക്കെ റബ്ബർ കാർഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റി ഇപ്പോൾ കപ്പ നട്ടിരിക്കുകയാണ് അവിടെ ആ ഭാഗത്തൊക്കെ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ലാവിഷായിട്ട് വെളിയിലൊക്കെ ഒന്ന് വന്ന് എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. എൻ്റെ ഇക്ക ഉണ്ട്, ഇക്കാൻ്റെ അനിയനുണ്ട്, ഇക്കാൻ്റെ ഭാര്യമാരുണ്ട്, ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളുണ്ട്. അവരൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. വെളിയിൽ നിന്ന് പുറമേ ആരുമില്ല, ഞങ്ങൾ കുടുംബക്കാർ മാത്രമായിട്ട് ചെറുതായിട്ടൊരു രണ്ടാമത്തെ ആണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടൊന്നും ആൾക്കാരെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ കുടുംബക്കാർ. അങ്ങനെ ആ ഒരു കാര്യം ഭംഗിയായി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ വൈകിട്ടാണ് കേട്ടോ സംസാരം, എല്ലാവരും സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇക്കാൻ്റെ നാട് വീട് എന്ന് പറഞ്ഞ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് വരാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു കാര്യം പറയില്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ വീടൊക്കെ കയറ്റിയിരുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.